ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മേൽവിലാസം കഴിഞ്ഞ കുറേ നാളുകളായി വിരാട് കോഹ്ലിയിലും അതുപോലെ തന്നെ നമ്മുടെ ഹിറ്റ്മാനായിട്ടുള്ള രോഹിത് ശർമ്മയിലും തട്ടി നിൽക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കി പോകുന്നത്. ഇപ്പോൾ വീണ്ടും വിരാട് കോഹ്ലി. തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു ടെസ്റ്റ് വസന്തം പയ്യെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു ക്രിക്കറ്റിനകത്ത് കാണുന്ന ഏറ്റവും കോപ്പി ബുക്ക് സ്റ്റൈൽ ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള ഒരു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മനോഹാരിതയെല്ലാം ഈ പറഞ്ഞ ലെജൻഡുകളിലെ ഇതിഹാസങ്ങളുടെ പിന്നെ ഈ വിരമിക്കലോടുകൂടി അവസാനിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി എനിക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ പറഞ്ഞതുപോലെ അവസരങ്ങൾ പിന്നെയും തുറന്നിടുകയാണ് പുതിയ കളിക്കാർക്ക്. ശുഭ്മാൻ ഗില്ലിനെ പോലെയുള്ള ആൾക്കാർക്ക് ക്യാപ്റ്റൻസിയിലേക്ക് വരാനും പുതിയ കളിക്കാരെ പരുവപ്പെടുത്താനും ഈ പറഞ്ഞ ഇതിഹാസങ്ങളോടൊപ്പം ഒക്കെ പ്രവർത്തിച്ചതിന്റെ പരിചയം വെച്ച് പുതിയ ആൾക്കാരെ കളത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ള ഒരു അവസരം കൂടെയല്ലേ ഇത്? അല്ല, അത് ഒരു തരത്തിൽ ശരി തന്നെ. കാര്യം സച്ചിൻ ടെണ്ടുൽക്കർ നിലനിൽക്കുമ്പോൾ, സുനിൽ ഗവാസ്കർ നിൽക്കുമ്പോൾ, കപിൽ ദേവ് നിൽക്കുമ്പോൾ, പിന്നെ തുടങ്ങി ഇന്ത്യൻ ക്രിക്കറ്റിലെ മഹാരഥന്മാരെല്ലാം സൗരവ് ഗാംഗുലി ആയാലും പിന്നെ മഹേന്ദ്ര സിംഗ് ധോണി ആയാലും പിന്നെ വിരാട് കോഹ്ലി ആയാലും നിലനിൽക്കുമ്പോൾ തന്നെ അനവധ്യങ്ങളായിട്ടുള്ള പുതിയ താരങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഒന്നും എത്തിപ്പെടാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ചില വൈകാരികമായ ഇഴയെടുപ്പം നമ്മുടെ ആരാധകരുമായിട്ട് ഈ പറഞ്ഞ താരങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് വിരാട് കോഹ്ലിക്ക്. കാരണം വിരാട് കോഹ്ലി ഒരു സ്റ്റേഡിയത്തിനകത്തുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു കളിക്കളത്തിലുണ്ടാവുമ്പോൾ ആ ഒരു ടീമിന് കിട്ടും. നമ്മൾ പലപ്പോഴും വിരാട് കോഹ്ലി വളരെ വൈകാരികമായ ചില ഔട്ടുകളെയും വിക്കറ്റുകളെ അല്ലെ വിജയത്തെയൊക്കെ കാണാറുണ്ട്. പക്ഷെ പുതുതലമുറയിലുള്ളവർ എത്രമാത്രം അതിനെ അങ്ങനെ വൈകാരികമായി കാണുന്നു എന്നുള്ളതുണ്ടല്ല. ക്രിക്കറ്റിനെ എപ്പോഴും ഒരു വലിയ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി വൈകാരികമായി കാണുമ്പോഴാണ് അത് കാണികൾക്ക് ഒരു വലിയ ആവേശത്തിൽ വരുന്നത്. പുതിയ തലമുറയ്ക്കുള്ള ക്രിക്കറ്റ് താരങ്ങൾക്ക് അല്ലെ പുതിയ താരങ്ങൾക്കെല്ലാം അവസരങ്ങളുടെ പെരുമഴക്കാലം തന്നെ ഉണ്ട്. കാരണം IPL ആയാലും ഇന്ത്യയിൽ അടക്കം സംഘടിപ്പിക്കുന്ന ഈ ആഭ്യന്തര അന്താരാഷ്ട്ര ടൂർണമെന്റുകളിലെല്ലാം ധാരാളം അവസരങ്ങൾ പുതിയ താരങ്ങൾക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വിരാട് കോഹ്ലിയെ പോലെ ആള് സ്ഥാനം ഒഴിയുമ്പോൾ അതിന് പകരമായി നമുക്ക് നിർദ്ദേശിക്കുവാൻ പറ്റുന്ന അല്ലെ പകരം വയ്ക്കാനാവുന്ന ഒരു താരത്തിന്റെ അസാന്നിധ്യം വളരെ വലുതാണ്. അതാണ് പറഞ്ഞത്. അത് ഈ പറഞ്ഞതുപോലെ ഇപ്പം കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ കോഹ്ലി അദ്ദേഹത്തിന് ഉദ്ദേശിച്ചതുപോലെ കളിക്കാൻ സാധിച്ചിട്ടില്ല. അതും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിരമിക്കലിന് കാരണമായിട്ടുണ്ടാകും. 36ാമത്തെ വയസ്സിൽ ഇപ്പോഴും അദ്ദേഹം ഫിറ്റ് ആയിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരു ഇംഗ്ലണ്ട് പര്യടനം ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ രോഹിത് ശർമ്മ അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചതാണ്. അശ്വിനെ പോലുള്ള ആൾക്കാർ മാറിയതാണ്. അങ്ങനെ പ്രമുഖരായിട്ടുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള പരിചയസമ്പന്നരായ കളിക്കാരൊക്കെ മാറി. ഇപ്പൊ കോഹ്ലിയും മാറി. ഇവരൊക്കെ ഒരുപക്ഷെ ടീം സ്കോറിൽ കാര്യമായി സ്കോർ ചെയ്താലും ഇല്ലെങ്കിലും അവരുടെ ഒരു സാന്നിധ്യം ടീമിന് വലിയ ഉണർവും ബാക്കിയുള്ളവർക്ക് മികച്ച സ്കോറുകൾ കെട്ടിപ്പടുക്കുന്നതിന് കാരണവും ആയിട്ടുണ്ട്, പ്രചോദനവുമായിട്ടുണ്ട്. ഈ ഇംഗ്ലണ്ട് പര്യടനം ഇനി എങ്ങനെ ആകും എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പായി നമ്മൾ ഈ IPL കഴിഞ്ഞ ഈ സീസണിലെ IPL കളെ കുറിച്ചൊന്നും പരിശോധിക്കാം. IPL വളരെ മനോഹരമായ ഇന്നിങ്സുകളാണ് വിരാട് കോഹ്ലിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പൊ നമ്മൾ ഇംഗ്ലണ്ട് പര്യടനം മാത്രമല്ല, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട്. ഇവിടെ എല്ലാം പിന്നെ കോഹ്ലിയെ സംബന്ധിച്ച് അല്ലെ കോഹ്ലിയുടെ ഒരു ബാറ്റിംഗ് ഓർഡറിനെ സംബന്ധിച്ച് കോഹ്ലിയുടെ സ്ഥാനത്തെ സംബന്ധിച്ച് വലിയ അത് ആര് പിന്നെ ക്ലിയർ ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് വലിയ ആശങ്ക ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ ആരാധകർക്കും പ്രത്യേകിച്ച് ക്രിക്കറ്റ് പ്രേമികൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇത് തന്നെയാണ്. കാരണം ഒരു സ്ഥലത്തുനിന്ന് പിന്നെ ഹിറ്റ്മാനായിട്ടുള്ള പോന്നു, കോഹ്ലി പോന്നു, പിന്നെ അശ്വിൻ അടക്കമുള്ള സീനിയർ താരങ്ങളൊക്കെ പോകുന്നു. പക്ഷെ അതിന് പകരം വയ്ക്കുവാനായി അത്തരത്തിൽ തന്നെയുള്ള പുതുതലമുറയിലുള്ള കളിക്കാരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിനകത്ത് അതാണൊരു പ്രശ്നം. അത് തീർച്ചയായും ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിനെ സാരമായി ബാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.